ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെങ്ങനെയാണ് വോയിസ് കൊടുക്കേണ്ടത്, എന്താ പറയേണ്ടതെന്നുള്ള ഐഡിയ ഒന്നും എനിക്കില്ല. ഞാനിങ്ങനെ 2-3 തവണ ഇതിന് വോയിസ് കൊടുക്കാനിരുന്നിട്ട് എന്താ ഇപ്പോൾ പറയാമെന്നുള്ള മട്ടിൽ ഞാൻ നിർത്തിയിട്ട് പോയതായിരുന്നു. പക്ഷെ എന്തായാലും എടുത്ത വ്ളോഗ് ഇടണമല്ലോ. ഏതായാലും അധികം വളച്ചു നീട്ടാതെ ഞാൻ കാര്യം പറയാം. നമ്മുടെ കോളേജിലെ ലാസ്റ്റ് ഡേ ആണ് ഗേസ് ഇന്ന് ഞങ്ങളുടെ ഫൈനൽ ഇയർ പ്രോജക്റ്റിൻ്റെ പ്രസൻറ്റേഷനാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ എക്സാമും ബാക്കി സ്ട്രെസ്സും എല്ലാം കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷമുണ്ട്. പിന്നെ ഇവരെ എല്ലാം പിരിയണമല്ലോ എന്ന് ഓർക്കുമ്പം മനസ്സിനെന്തോ ഭയങ്കര സങ്കടമുണ്ട്. അങ്ങനെ മിക്സഡ് ഇമോഷൻസ് ഉള്ള ഒരു വീഡിയോ ആണിത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ എൻ്റെ ഈ 3 വർഷത്തെ കോളേജ് ലൈഫ് പറഞ്ഞു തരണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 6 മിനിറ്റുള്ള വീഡിയോയിൽ തീരുന്നതല്ല അത്. കാരണം എൻ്റെ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടൈമായിരുന്നു എൻ്റെ ലൈഫിലെ. സോ അത് 6 മിനിറ്റൊന്നും തീരില്ല, കുറച്ചധികം ഇങ്ങനെ പറയാൻ വേണ്ടിയുണ്ട്. അപ്പം ഞാനത് വേറൊരു വീഡിയോയിൽ എന്തായാലും ചെയ്യാം, കാരണം അത്രയും പറയാനുണ്ട്. രാവിലെ തന്നെ എല്ലാവരും ചെറിയ തിരക്കിലും ടെൻഷനിലും ഒക്കെ ആയിരുന്നു. കാരണം നമ്മുടെ പ്രൊജക്റ്റ് റിപ്പോർട്ട് HOD കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് ഓർത്തത്. കാരണം രാവിലെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഒന്നും നടന്നില്ല, അത്രയ്ക്ക് തിരക്കൊക്കെ ആയിരുന്നു. അങ്ങനെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് പിന്നെ സമാധാനത്തോടെ വന്നിരുന്ന് പ്രസൻറ്റേഷൻ്റെ പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നു. എന്തെങ്കിലും അവിടെ ചെന്ന് പ്രസൻറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. എത്രയൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലൊരു ടെൻഷനായിരിക്കും, എങ്ങനെയായിരിക്കും എക്സ്റ്റേണൽസ് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കുമോ, പാവം എക്സ്റ്റേണൽസ് ആയിരിക്കുമോ വരുന്നത്, അതോ അവരിനിയും ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുമോ, ഏതൊക്കെ വഴി ചോദ്യം വരാം, എങ്ങനെയൊക്കെ വരാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ പോലും എവിടെയോ എന്തൊക്കെയോ ഇങ്ങനെ ടെൻഷൻ എപ്പോഴും മനസ്സിലുണ്ടാവും. പിന്നെ ലാസ്റ്റായിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് പോകാമെന്നോർത്ത് അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ടെൻഷൻ അടിച്ച് അത്രയും സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഫൈനൽ ഇയർ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഭയങ്കരമായിട്ട് നമ്മൾ ടെൻഷൻ അടിക്കും, എന്തോ വലിയ സംഭവമായിട്ടൊക്കെ കാണും. പക്ഷേ സത്യം പറഞ്ഞാൽ അത്ര ഒന്നും ഇല്ല, സിമ്പിളായിരുന്നു. പാവം എക്സ്റ്റേണൽസും ആയിരുന്നു വന്നിരുന്നത്. അവരങ്ങനെ ഭയങ്കരമായിട്ട് ചോദ്യം ചോദിച്ച് നമ്മളെ കുഴപ്പിച്ചൊന്നുമില്ല, നമ്മൾ പറയുന്നവർ കേട്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് പിന്നെ നമ്മുടെ ചോക്ലേറ്റ് മേക്കിംഗ് പ്രോജക്റ്റ് കിട്ടിയേക്കുന്ന ആൾക്കാർക്ക് ഇന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് വരണമായിരുന്നു. അപ്പോൾ അവരുണ്ടാക്കിക്കൊണ്ട് വന്ന ചോക്ലേറ്റ്സ് അവരുടെ പ്രസൻറ്റേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നപ്പോൾ അത് നമ്മളിങ്ങനെ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുമായിരുന്നു. എല്ലാവരുടെയും നല്ല അടിപൊളി കിഡിലും പ്രൊഡക്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചോക്ലേറ്റൊക്കെ. പിന്നെ ചോക്ലേറ്റ് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്. ആക്ച്വലി ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്. പിറ്റേ ദിവസം തൊട്ട് എഡിറ്റൊക്കെ ചെയ്ത് വെച്ച് വോയിസ് കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഞാൻ അത്ര ഓക്കെ അല്ലായിരുന്നു. എന്ന് വെച്ചാൽ ക്ലാസ് കഴിയുന്നതിൻ്റെ ആ ഒരു സങ്കടവും, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ക്ലാസ്സിലുള്ള ഒട്ടുമിക്ക ആൾക്കാരുമായിട്ടും ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. ഒരു പിണക്കോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇനി അവരോടൊപ്പം ക്ലാസ്സിലൊന്നും ചിരിക്കാൻ പറ്റില്ലല്ലോ, ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ, ഇനി എല്ലാവരും പല വഴിക്കാകുവാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ട് വോയിസ് കൊടുക്കാമെന്ന് ഓർത്തു. ഒരു ചാറ്റ കാണിച്ച്. കോളേജ് മിസ് ചെയ്യുമെന്ന് പറയുമ്പം എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരെ മാത്രമല്ല ഞാൻ മിസ് ചെയ്യുക, ഓഫ് കോഴ്സ് ടീച്ചേഴ്സിനെ മിസ് ചെയ്യും. പിന്നെ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ആ കോളേജിൽ, അവരെ എന്തായാലും ഞാൻ മിസ് ചെയ്യും. ഓരോ ആൾക്കാരെക്കുറിച്ചും എനിക്ക് എടുത്തെടുത്ത് പറയണമെന്നുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ തന്നെ വീഡിയോ കാണിച്ചിട്ട് ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടിയാണ്. ഇതാരാ ഇത്? ഇതോ അറിയത്തില്ല, പുതിയതായിട്ട് കണ്ടതാ. അതെയോ? കണ്ടിട്ട് നല്ല പരിചയമുണ്ട്. അങ്ങനെ ഏത് വലിയ യൂട്യൂബറാണ്. 6.13 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. ആരാന്നറിയില്ല അല്ലേ? എനിക്കറിയില്ല. ഞാൻ നോക്കിയൊരു റിസർച്ച് ഒക്കെ കണ്ടിട്ട് പറയാം. എപ്പോഴും ഷോർട്സിലൊക്കെ വന്ന് ഈ ലൈവ് കുറെ കാണും, സംസാരമൊക്കെ കേട്ട് പരിചയം. നല്ലൊരു ഇതാണ്. അത് ഏതാണെന്ന് എനിക്കറിയാൻ പാടില്ല, നല്ലൊരു ഇതാണ്. അതെ അതെ. എന്താണ് ജയലക്ഷ്മി, ഇതാരാന്നറിയോ? ഇത് ആരാ അറിയോ? ഇത്രയും നാളും ഈ കോളേജിലേക്ക് കടന്നു വരുമ്പോൾ തോന്നാത്ത എന്തൊക്കെയോ ഒരു ഫീലിങ്സ് ആയിരുന്നു അന്ന് മനസ്സിലൂടെ കടന്നു പോയത്. പിന്നെ ഞങ്ങളുടെ പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ലേറ്റായി, ഏതാണ്ട് ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ലാസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ എല്ലാവർക്കും കൂടെ ഒന്ന് സുഭാഷ് പാർക്കിലൊക്കെ പോയി ഒന്ന് ചില്ലാവാമെന്ന്. നേരത്തെ രാവിലെ തൊട്ട് ഞങ്ങൾ രാവിലെ അല്ല, തലേദിവസമേ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് 4 മണിയൊക്കെ കഴിഞ്ഞു, 4:30 ആയിന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ സുഭാഷ് പാർക്കിലെത്തി. അവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വൈബൊക്കെ ആയിട്ട് വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും എല്ലാവരും വീട്ടിലേക്കും പിന്നെ ഹോസ്റ്റലിലേക്കും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് തിരിച്ചു.
ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയായിരുന്നു. നേരത്തെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് എൻ്റെ ഒരു ചാനൽ കാണിച്ചു കൊടുത്തിട്ട് ആരാന്ന് ചോദിച്ചില്ലായിരുന്നു. അത് ചിലപ്പോൾ നിങ്ങൾക്കറിയാൻ വേണ്ടി വഴിയില്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിമറാണ്. ഗെയിമിങ് സ്ട്രീമിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് വ്ളോഗൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ ചാനലിൽ തന്നെ നമ്മൾ ആദ്യം വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ശ്രുതി അൺഫിൽറ്റേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു ഫസ്റ്റ് ചാനലുണ്ട്, അതാണ് ക്ലൂലെസ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സബ് അടിക്കാത്ത ആൾക്കാരൊക്കെ ഒന്ന് പോയി സബ് ചെയ്തോളൂ. ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും, പക്ഷേ പുതിയതായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് വീഡിയോസ് കണ്ട് വന്ന് സബ് അടിക്കുന്ന ആൾക്കാർക്ക് അതറിയണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങൾ കരിക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു. പക്ഷേ കരിക്കായിരുന്നില്ല, അത് ശരിക്കും പറഞ്ഞാൽ തേങ്ങയായിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു, സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് പോകാൻ ടൈം ആയപ്പോൾ എല്ലാവരുടെ അടുത്തും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയി. സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും പിരിയുന്നതിൻ്റെ നല്ല സങ്കടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു വർഷം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ള ആഗ്രഹവും നന്നായിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇറങ്ങാനുള്ള സമയമായിരിക്കുന്നു. ഇന്നലെ വന്ന് കോളേജിൽ അഡ്മിഷൻ എടുത്തു, ദേ ഇന്ന് ഇറങ്ങുന്ന ഒരവസ്ഥ. ആ ഒരു ഫീലിംഗാണ് സത്യത്തിൽ പറഞ്ഞാൽ മനസ്സിനുള്ളത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ മെട്രോയ്ക്കായിരുന്നു പോയത്. ഇനിയും ബസ്സിന് പോയി കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റ് ആവും. നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ മെട്രോ ആണ്. സോ ഞങ്ങൾ മെട്രോയ്ക്ക് അങ്ങനെ വീട്ടിലെത്തി ഗൈസ്. അപ്പം അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് അടിക്കാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ.